നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ ഫ്ലിപ്കാർട്ടിൽ എത്ര പെർസെൻറ്റേജ് ഓഫ്, ആമസോണിൽ എത്ര പെർസെൻറ്റേജ് ഓഫ്, പിന്നെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഓഫ്, ഇതെല്ലാം നോക്കി കുറേ നാളുകൾക്ക് ശേഷം ഇതെല്ലാം ഓഫറൊക്കെ ആയി വരുമ്പോഴാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് എങ്കിൽ ഇനി മുതൽ 28% വരെ, അതായത് 28% വരെ ഓരോ പ്രൊഡക്റ്റിനും കിട്ടുന്ന ഒരു ചെറിയൊരു കുറുക്കുവഴിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തംബ്നെയിൽ കണ്ട ഭൂരിഭാഗം പേരും വിചാരിച്ചിരിക്കുക 28% ഓഫർ റിട്ടേണെങ്കിൽ എന്തായാലും GST നമ്പർ വേണം, GST ഇൻവോയ്സ് റിട്ടേൺ ചെയ്യണം, ഇതൊക്കെ മെനക്കെട്ട പണിയാണ്. പിന്നെ എനിക്ക് GST നമ്പർ ഇല്ല, അതുകൊണ്ട് എനിക്ക് പറ്റിയ പണിയല്ല ഇത്. ഞാൻ നോർമലി ഈ ബിഗ് ബില്യനോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഒക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ അപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് വെറുതെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുത്താൽ ബിഗ് ബില്യൺ ആണെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ ആണെങ്കിലും ആ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യാന്ന് പറയണത് ചിലപ്പോൾ എനിക്ക് ആ ഒരു റിക്വയർമെൻറ്റ് ആ ഒരു സമയത്ത് റിക്വയർമെൻറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്നും മേടിക്കാതെ വിടും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബില്യണും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരിക. അപ്പോൾ ഞാൻ ആലോചിക്കും, അപ്പോൾ മേടിച്ചാൽ മതിയായിരുന്നു. ഇതെനിക്ക് മാത്രമല്ല ഭൂരിഭാഗം പേർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താണൊരു വഴി, എന്താണ് നല്ലൊരു ഡിസ്കൗണ്ട് എപ്പോഴും കിട്ടുക എന്നുള്ള എന്തോ ഒരു വഴിയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആമസോൺ ഫോർ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയത്. ഇത് കുറേ നാളായി. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്ത്യയിൽ GST നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ബിസിനസ് തുടങ്ങി. അപ്പോൾ അവന് GST നമ്പർ കിട്ടി. അപ്പം ഞാനും അവനും ഒരു ആമസോൺ ഫോർ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ അകത്തുനിന്ന് സപ്പോസ് ഒരു ഫോൺ വാങ്ങുകയാണ്. അപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് GST ആണ് ഞാൻ പേ ചെയ്യാം. അപ്പോൾ ഇൻക്ലൂഡിങ് GST പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബില്ല് വരുമ്പോൾ GST സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഈ GST ഫയൽ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അവൻ്റെ പോർട്ടലിൽ GST പോർട്ടലിൽ ഇത് റിഫ്ലക്റ്റ് ആവും. അങ്ങനെയും അവന് ക്ലെയിം ചെയ്യാം. അതുകൂടാതെ നമുക്ക് ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി നമുക്ക് ക്ലെയിം ചെയ്യാൻ കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേ ചെയ്യണ ഫുൾ എമൗണ്ട് എത്രയാണോ ഡിസ്കൗണ്ട് അത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. റിട്ടേൺ ആയിട്ട് കിട്ടുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ അപ്പോൾ അവനോട് പറയും റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അവനിങ്ങോട്ട് എനിക്ക് അയച്ചു തരാം. ഇത്തിരി സമയം എടുക്കും, പക്ഷേ നമുക്ക് ഉദ്ദേശിച്ച ഡിസ്കൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഇതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. ഏറ്റവും ബെസ്റ്റ് ബെനിഫിറ്റ് ഇതാണ് ആമസോൺ ഫോർ ബിസിനസ്സിലുള്ളത്. ആമസോൺ ഫോർ ബിസിനസ് മാത്രമല്ല, ഫ്ലിപ്കാർട്ടിലും GST ഇൻവോയ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനും ഇത് സെയിം ബെനിഫിറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ വേറെയുള്ള ബെനിഫിറ്റ് ആമസോൺ ഫോർ ബിസിനസ്സിൽ വേറെയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള പ്രൈസും സിംഗിളായിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള പ്രൈസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അധികം ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആമസോൺ ഫോർ ബിസിനസ്സിലുള്ള ഓഫറുകൾ വ്യത്യാസമായിരിക്കും നമ്മുടെ നോർമൽ ആമസോൺ അക്കൗണ്ടിലുള്ളത്. അതായത് ആമസോൺ നോർമൽ അക്കൗണ്ടിൽ ഒരു കുറച്ച് 10% ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ആമസോൺ ഫോർ ബിസിനസ്സിൽ മെയിനായിട്ട് വല്ല സെയിലും ഓഫറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. കൂടുതൽ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഉള്ളത് ആമസോൺ ഫോർ ബിസിനസ്സിലായിരിക്കും. ഇപ്പോൾ ഈ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ ആരെങ്കിലും ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് GST നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുപയോഗിച്ച് നമുക്കൊരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, ആമസോൺ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് GST റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് ക്ലെയിം ചെയ്തെടുക്കാം. അതുകൂടാതെ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കടയിലേക്ക് സാധനങ്ങൾ മേടിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുമ്പോഴും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ഫയൽ ചെയ്ത് അതിൽ നിന്ന് ബെനിഫിറ്റുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും, നിങ്ങൾക്ക് വേറെ ഓഫറിന് വേണ്ടി കാത്തിരിക്കുക വേണ്ട. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ GST ഇൻവോയ്സ് യൂസ് ചെയ്യാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഫ്ലിപ്കാർട്ടിലെ എല്ലാ പ്രൊഡക്റ്റിനും GST ഇൻവോയ്സ് കിട്ടണമെന്നില്ല, ചില പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ
അത് നോക്കി നിങ്ങൾ പേ ചെയ്യണ സമയത്ത് GST ഇൻവോയ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ മാക്ബുക്കിനാണ് GST ഇൻവോയ്സ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതിൽ GST നമ്പറും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GST ഇൻവോയ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണ സമയത്ത് ക്ലെയിം ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ GST എത്രയാണോ ആ GST നമുക്ക് ക്ലെയിം ചെയ്തെടുത്ത് നമുക്കതിൻ്റെ ബെനിഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാം. ആമസോൺ ഫോർ ബിസിനസ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ബിസിനസ് ഓണേഴ്സിനാണ്. ബിസിനസ് ഓണേഴ്സിന് സ്വന്തം വീട്ടിലേക്ക് എന്ത് തന്നെ മേടിച്ചാലും ആമസോൺ ഫോർ ബിസിനസ്സിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ ബൾക്കിൽ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് അവർക്ക് റീസെയിലും ചെയ്യാം. നിങ്ങളൊരു മൊബൈൽ ഷോപ്പ് ഓണറാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം എക്സ്ക്ലൂസീവായിട്ട് പല ഫോണുകളും ഓൺലൈനിൽ മാത്രം സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോണുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആക്കാനായിട്ട് ആമസോൺ ഫോർ ബിസിനസ് ഉപയോഗിക്കാം. ആമസോൺ ഫോർ ബിസിനസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുവന്നാലും നിങ്ങൾക്ക് GST റിട്ടേൺ ചെയ്ത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ GSTയുടെ എക്സ്ക്ലൂഡ് ചെയ്യാം എങ്ങനെ വന്നാലും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റും കിട്ടും, അതിൽ നിങ്ങൾക്ക് കുറച്ച് ലാഭവും ലഭിക്കും. അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ ആമസോണിൽ നിന്ന് മാത്രം കിട്ടുന്ന കുറേ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുകളുണ്ട്. ഫോണായിക്കോട്ടെ, പലതരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമുക്കൊരു റീസെയിൽ ബിസിനസ്സായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാമാണ് ആമസോൺ ഫോർ ബിസിനസ്സിൻ്റെയും പിന്നെ GST ഇൻവോയ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ. ഇനി നിങ്ങൾക്ക് ആമസോൺ ഫോർ ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അത് ഇടാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ബിസിനസ്സിനെ കുറിച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ആമസോൺ വഴി സെല്ല് ചെയ്യാമെന്നതിനെ കുറിച്ചോ എന്തെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാനതിനെക്കുറിച്ച് വീഡിയോ ഒന്നതായിരിക്കും. അപ്പോൾ 28% എങ്ങനെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും കിട്ടാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഇതെല്ലാം ആവശ്യമുള്ള എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം കൂട്ടുകാർക്ക് ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും ചെയ്യാനും മറക്കരുത്.